ഹീറോ അവിടെ നിന്ന് പോകുന്നു. ആ പോകുന്നതിന്റെ ദേഷ്യത്തിൽ നമ്മുടെ ഹീറോയുടെ ബ്രദർ ഹീറോയിനെ ചവിട്ടി തള്ളിവിടുന്നു. നിന്നെ കൊണ്ട് ഒരു ആണിനെ പോലും വശീകരിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് അവളോട് ദേഷ്യപ്പെടുന്നു. അപ്പോൾ നമ്മുടെ ഹീറോ തിരിച്ചു വന്ന് നമ്മുടെ ഹീറോയിനെ പതുക്കെ എടുക്കുന്നു. അപ്പോൾ തന്നെ വീണ്ടും ആ സ്മെൽ അവനിലേക്ക് ആകർഷിക്കുന്നു. അപ്പോൾ നമ്മുടെ ഹീറോയുടെ ബ്രദർ പറയുന്നുണ്ട്, സാർ ഞാൻ പറഞ്ഞതല്ലേ സാറിന് ഇവിടെ തീർച്ചയായും ഇഷ്ടപ്പെടും, സാർ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് പ്ലീസ് സാർ എന്നൊക്കെ പറഞ്ഞ് ഒരു വൃത്തികെട്ട രീതിയിൽ ബെഗ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഹീറോ പറയുന്നുണ്ട്, താൻ ഇവിടെ എന്തായാലും പോയിക്കോളൂ എന്ന് പറയുമ്പോൾ അവൻ സന്തോഷത്തോടുകൂടി അവിടുന്ന് പോകുന്നു. പക്ഷേ നമ്മുടെ ഹീറോയിൻ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, ഞാൻ സാറിനെ പറ്റി ഒരുപാട് കേട്ടിട്ടുണ്ട്, താങ്കൾ അങ്ങനെപ്പെട്ട ഒരാളല്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, താങ്കൾക്ക് ഒരിക്കലും ഒരു പെൺകുട്ടിയോട് മോശമായ രീതിയിൽ പെരുമാറാൻ പറ്റില്ല എന്നും എനിക്ക് നന്നായിട്ട് അറിയാം. സാർ പ്ലീസ് ഞാൻ ഇവിടുന്ന് പോയിക്കോട്ടെ, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടല്ല ഞാൻ ഇങ്ങോട്ട് വന്നത്, എൻ്റെ ഏട്ടൻ നിർബന്ധിച്ചാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത്. എൻ്റെ കഥകളൊക്കെ പറഞ്ഞാൽ സാറിന് അത് മനസ്സിലാവുമായിരിക്കും. എൻ്റെ ബ്രദർ അവൻ്റെ ബിസിനസ് ആവശ്യങ്ങൾക്കായി അവൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യുന്ന ഒരുത്തനാണ്. പക്ഷേ അവൻ എന്നോട് ഇതുപോലെ ഒരു കാര്യങ്ങൾ ചെയ്യുമെന്ന് ഞാൻ തീർച്ചയായും പ്രതീക്ഷിച്ചതല്ല. എനിക്കിത് വളരെ സങ്കടമുണ്ട് സാർ, എങ്ങനെയെങ്കിലും എന്നെ ഇവിടെ നിന്ന് രക്ഷിക്കണം പ്ലീസ് സാർ, എനിക്കിവിടെ ഒട്ടും പറ്റത്തില്ല, സാർ വിചാരിച്ച പോലെ ഒരു ക്യാരക്ടർ അല്ല എൻ്റെത്, സാർ എന്നെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷിക്കണം സാർ, എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ രീതിയിൽ അവൾ അവനോട് കാര്യമായിട്ട് കഥകൾ പറയുമ്പോൾ അവൻ അതൊന്നും കെയർ ചെയ്യുന്നില്ല. അപ്പോൾ അവൾ ശരി സാർ, അപ്പോൾ ഞാൻ ഇവിടുന്ന് പോവുകയാണെന്നുള്ള രീതിയിൽ അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുവാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹീറോ അവളുടെ കാൽ പിടിച്ച് വലിച്ച് താഴോട്ടേക്ക് വലിക്കുന്നുണ്ട്. അപ്പോൾ അവൾ ദേഷ്യത്തോടു കൂടി നോക്കുന്നുണ്ട്, ഇവനെന്താ ഇത്രയ്ക്ക് പറഞ്ഞിട്ട് കാര്യങ്ങൾ മനസ്സിലായില്ലേ, ഇവനെ പറ്റി ഞാൻ വിചാരിച്ചത് ഇതൊന്നും അല്ലല്ലോ, ഇവനെ പറ്റി ഞാൻ അറിഞ്ഞത് ഇങ്ങനെയുള്ള കാര്യങ്ങളല്ലോ അല്ലല്ലോ എന്നുള്ള രീതിയിൽ പിന്നീട് അവനോട് ഭയങ്കര ഷൗട്ട് ചെയ്ത് തനിക്കൊന്നും ബുദ്ധിയും വിവരമൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ ഭയങ്കര ദേഷ്യപ്പെട്ട് അവൾ സംസാരിക്കുന്നു. അപ്പോൾ അവൻ അത് ദേഷ്യപ്പെടുന്നു. അവൻ അവളുടെ കഴുത്ത് പിടിച്ച് ഞെരിച്ച് പൊക്കിക്കൊണ്ട് പറയുന്നുണ്ട്, എന്നോട് ആരും ഇതുപോലെയൊന്നും ദേഷ്യപ്പെട്ട് സംസാരിക്കാറില്ല, നീ ഇനി എന്തെങ്കിലും ഒരു വാക്കും സംസാരിച്ചാൽ ഞാൻ നിന്നെ കൊന്നുകളയും എന്ന് പറയുമ്പോൾ അവൾ പറയുന്നു, ഇതിന് വേദം നിങ്ങൾ എന്നെ കൊല്ലുന്നതാണ്, നിങ്ങൾക്ക് എന്നെ കൊന്നുകൂടെ എന്ന് ചോദിക്കുമ്പോൾ അവൻ അവളെ എടുത്ത് അവിടെ ഉണ്ടായിരുന്ന സോഫയിലേക്ക് എറിയുന്നു. എന്നിട്ട് അവളോട് മിസ്ബിഹേവ് ചെയ്യുന്നത് പോലെ അഭിനയിക്കുന്നു. പക്ഷേ അവൾ പൊട്ടിക്കരയുന്നത് കണ്ട് അവൻ സങ്കടം തോന്നി, നീ ഇവിടുന്ന് പോയിക്കോളൂ എന്ന് പറയുന്നു. അവൾ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ ഒരു പാർട്ട് 2 വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക.